പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിച്ചു. ഇനി ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ കൊട്ടിക്കലാശ സമയത്ത് സാധാരണ നിലയ്ക്ക് സ്ഥാനാർത്ഥി അവസാനം വരിക, പ്രവർത്തകരെയും അനുഭാവികളെയും അഭിവാദ്യം ചെയ്യുക, അവസാനം 2 വാക്ക് സംസാരിച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുന്ന പോലെയുള്ള ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിൻ്റെ ഒരു ഭാഗത്താണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുവദിച്ച സ്ഥലമാണ്. ഇന്ത്യയുടെ ആളുകളെ കാണാം. അതിനപ്പുറത്താണ് UDF-ൻ്റെതുള്ളത്. സമയം നിലമ്പൂരിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കി തുടർച്ചയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിവാദങ്ങളിലേക്കൊന്നും അദ്ദേഹം സ്പെസിഫിക്കായി കടക്കുന്നില്ല. അനാവശ്യമായ വിവാദങ്ങൾ, മതവിഭാഗീയതകൾ എന്നിവ നമ്മുടെ മുന്നോട്ട് പോക്കിന് ഗുണപരമാവില്ല. അവയെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാവരും നല്ല മനുഷ്യരായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ കടന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. വലിയ ഹർഷാരവത്തോടെ സ്വരാജിന്റെ പ്രസംഗത്തെ അദ്ദേഹത്തിന്റെ അണികളും സ്വീകരിക്കുന്നത് കണ്ടു. തൊട്ടപ്പുറത്ത് BJP-യുടെയും ആ നിലയ്ക്കുള്ള വൈൻഡപ്പിലേക്കാണ് അവർ പോയിട്ടുള്ളത്. നേരത്തെ നൗഫൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സമാനതകളില്ലാത്ത ആവേശത്തിൻ്റെ ഒരു പെരുക്കം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അത് എല്ലാ അർത്ഥത്തിലും നിർണായക സ്വഭാവമുള്ള ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറിയെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരെ സംബന്ധിച്ചും പ്രധാനം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനം, പിണറായി വിജയനെ സംബന്ധിച്ച് പ്രധാനം, UDF-നെ സംബന്ധിച്ച്, പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച്, VD സതീശനെ സംബന്ധിച്ച്, ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, ഇനി തോറ്റാൽ എന്താണ് കഥ എന്ന് നമുക്കറിയാം. M. സ്വരാജ് എന്ന് പറയുന്ന CPM നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം 91 സീറ്റുമായിട്ട് LDF വലിയ മുന്നേറ്റം നടത്തിയപ്പോഴും തൃപ്പൂണിത്തുറയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഈ ടേം അവസാനിക്കുന്നതിന് മുൻപ് വിജയിച്ചേ മതിയാവുന്ന അടിയന്തരാവസ്ഥ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. PV അൻവർ അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമാക്കണമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അതിജീവനത്തെ അത് ബാധിക്കാൻ പോവുകയാണ്. അങ്ങനെ ഏത് നിലയിൽ പരിശോധിച്ചാലും ഇവിടെ ഈ മുഴുവൻ ആളുകളുടെയും അതിജീവനത്തെ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിട്ടുണ്ട്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ M. സ്വരാജിനെ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ, മുന്നണികളുടെ നേതൃത്വത്തെ, അതിലുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെ, അവരെല്ലാം സംബന്ധിച്ച് ഇത് പ്രധാനമാണ്. ഇവിടെ ജയിച്ചാൽ ഞങ്ങൾ 3ാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നതിന് ജനങ്ങൾ സാക്ഷരമൊപ്പിട്ടിരിക്കുന്നുവെന്ന് LDF-ന് പറയാൻ കഴിയും. തോൽപ്പിച്ചാൽ നോക്കൂ, നിങ്ങളുടെ കയ്യിലെ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്നതിൻ്റെ സാക്ഷ്യം കാണൂ എന്ന് പറയാൻ VD സതീശനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും കഴിയും. അപ്പോൾ ആ നിലയ്ക്ക് പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. മുൻപത്തെ പല തെരഞ്ഞെടുപ്പുകളിലും പോലെ ഏതെങ്കിലും മുന്നണിയുടെയോ പാർട്ടിയുടെയോ ഉരുക്കുകോട്ടകളിൽ നടക്കുന്ന ഒരു നാമമാത്രമായ ഉപചാര തെരഞ്ഞെടുപ്പല്ല, ഒരു അനുഷ്ഠാന തെരഞ്ഞെടുപ്പല്ല. അതിനപ്പുറത്ത് ആർക്കും ജയിക്കാൻ കഴിയുന്ന സങ്കീർണതകളെ കാത്തുവച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷത നമ്മളിപ്പോൾ നിലമ്പൂരിൽ നിന്ന് കാണുകയാണ്. അതിൻ്റെ മുഴുവൻ ആവേശവും അതിൻ്റെ പിന്തുണയില്ല ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യരിലും കാണാൻ പറ്റും. ഇരുഭാഗത്തു നിന്നും ഉള്ള ആളുകൾ ഇവിടെ നിന്നുള്ളവരുണ്ട്, പുറത്തുനിന്നുള്ളവരുണ്ട്. അപ്പോൾ M. സ്വരാജിന് മത്സരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇവിടേക്ക് വന്നവരെ കാണുന്നുണ്ട്. അപ്പുറത്ത് UDF അഭിമാന പോരാട്ടത്തിൽ പങ്കുചേരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല മേഖലകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. BJP-യുടേത് ആ നിലയ്ക്ക് ഒരു താരതമ്യത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. പ്രചരണ രംഗത്തായാലും കൊള്ളാം, ആവേശം ഉണ്ടാക്കുന്ന BJP 2 മുന്നണികളുമായും താരതമ്യമില്ലാതെ കുറച്ചുകൂടി ലഘുവായി അവസാനിച്ചു എന്നാണ് നമുക്ക് കഴിയുക. അവർ അവസാനം കൊട്ടിക്കലാശിലെ ഒരു ബഹളത്തിൽ മാത്രം ശേഷിച്ചു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ജനസാഗ പിൻവാങ്ങാനാണ് തീരുമാനിച്ചത്. അതിന് എന്താണ് കാരണം എന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ആ സമയത്ത് കാണാൻ പരമാവധി സമയം പ്രയോജനപ്പെടുത്തുന്നു എന്നാണ്. നേരത്തെ യൂസഫ് തന്നെ മുൻനിർത്തി ഒരു വലിയ പരിപാടി അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തല്ലോ. എന്തായാലും നിലമ്പൂർ വലിയ ആവേശത്തിലാണ് അതിൻ്റെ 3ാമത്തെ തെരഞ്ഞെടുപ്പ് കാലം കടന്നുപോയത്. വിവിധ വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഒരു സൂത്രമായി നിശബ്ദമായിരിക്കുകയാണ്. നിലമ്പൂർ നിശബ്ദം എന്ന് വേണം പറയാം. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദമാണ്. എല്ലാവരും അവരുടെ DJയും മറ്റേ സംഗതികളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് നിശബ്ദമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടത്തിന് വഴിമാറുകയാണ്. ജനങ്ങൾ പതിയെ പിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതാണ് നിലമ്പൂരിൽ നിന്നുള്ള ഈ സാധനത്തിൽ. നിലമ്പൂർ അതിൻ്റെ തിരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എങ്ങനെയായിരിക്കുമെന്ന് നാടിന് കാണിച്ചു നൽകിക്കഴിഞ്ഞു. ഇരു മുന്നണികളും ഒപ്പം BJP-യും ഒക്കെ ഈ കൊട്ടിക്കലാശ ദിവസം നിലമ്പൂരിലെ നഗരങ്ങളെ വല്ലാതെ പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ പാർട്ടിക്കും അതിനിർണായകമാണ് തിരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും UDF-നും LDF-നും PV അൻവറിനും UDF-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനൽ എന്ന നിലക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്.